ശരിക്കും സോളാർ വെച്ചാൽ പ്രശ്നമാണോ? വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശകൾ സോളാർ ഉപഭോക്താക്കൾക്ക് ദോഷകരമാണോ? ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ അല്ല. റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിന് നെറ്റ് മീറ്ററിംഗ് തുടരാം. എങ്ങനെയാണെന്നല്ലേ? 3 കിലോവാട്ട് വരെ യാതൊരു ഉപാധികളുമില്ലാതെ നെറ്റ് മീറ്ററിംഗ് തുടരാം. അതിനു മുകളിൽ ഹൈബ്രിഡ് മോഡലുകൾക്കും നെറ്റ് മീറ്ററിംഗ് തുടരാം. ഇനി ഹൈബ്രിഡ് എന്താണെന്നല്ലേ? അതായത് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി നമ്മൾ തന്നെ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കിൽ സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് പകൽ മുഴുവൻ നേരിട്ട് സോളാറിൽ നിന്നും ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിച്ച് KCBയുടെ കറണ്ട് എടുക്കാതെ പ്രവർത്തിപ്പിക്കാം. തീർന്നിട്ടില്ല. KCBയുടെ പീക്ക് ഹവേഴ്സിൽ ഒരു ടൈമർ വെച്ച് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്നും എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാം. അപ്പോൾ പകലും KCBയുടെ കറണ്ട് വേണ്ട, പീക്ക് ഹവേഴ്സിലും KCBയുടെ കറണ്ട് വേണ്ട. ബാക്കി സമയത്ത് ഉപയോഗിക്കാനുള്ള കറണ്ട് നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ വഴി ഗ്രിഡിൽ കൊടുക്കാം. പിന്നെ എന്തിനാ ഇത്രയും നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടുന്നേ? നേരെ വിളിച്ചോളൂ റൂമിയോൺ സോളാറിലേക്ക്. റൂമിയോൺ പവർ ഇന്ത്യ, യോർ സസ്റ്റൈനബിൾ എനർജി പാർട്ട്ണർ.